നമസ്കാരം. നെടുമ്പാറ ഇൻസ്പിറേഷൻ ത്രില്ലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനം. ഈ മനോഹരമായ സുദിനത്തിൽ നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഇൻസ്പിറേഷൻ ഉൾക്കൊള്ളാൻ സാധിക്കുമോ എന്നറിയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ക്ലിപ്പ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇന്ന് രാവിലെ എൻ്റെ സുഹൃത്തും കേരള ചീഫ് സെക്രട്ടറിയുമായിരുന്ന ജോയ് VP IASൻ്റെ ഭൗതികയാനം എന്ന ഒരു കവിത കേൾക്കാനിടയായി. അപ്പോഴാണ് ഈ സുദിനത്തെക്കുറിച്ച് രണ്ട് വാക്ക് എനിക്കും കൂടി പറയണമെന്ന് തോന്നിയത്. നമുക്കറിയാം, 1928 ഫെബ്രുവരി 28 ശാസ്ത്രജ്ഞനായിരുന്ന CV രാമൻ, അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ചന്ദ്രശേഖര വെങ്കട്ടരാമൻ, അദ്ദേഹം കണ്ടെത്തിയ രാമൻ ഇൻഫെക്റ്റിൻ്റെ ഓർമ്മയായിട്ടാണല്ലോ നമ്മൾ ദേശീയ ശാസ്ത്ര ദിനം ആഘോഷിച്ചു വരുന്നത്, അല്ലേ? 1930 നോബൽ സമ്മാനത്തിന് അദ്ദേഹം അർഹനായിട്ടുണ്ട് എന്ന കാര്യം കൂടി ഈ അവസരത്തിൽ നമുക്ക് അഭിമാനത്തോടെ ഓർക്കാം. എന്താ അദ്ദേഹം കണ്ടുപിടിച്ചത്? അദ്ദേഹം കണ്ടുപിടിച്ചത് ദ്രാവകങ്ങളിലെ പ്രകാശത്തിൻ്റെ വിസ്മരണവുമായി ബന്ധപ്പെട്ട പ്രതിഭാസമാണ്, അല്ലേ? ഈ രാമൻ പ്രഭാവം എന്ന് പറയുന്നത്. എനിക്ക് ശാസ്ത്രത്തിലാണ് കൂടുതൽ വിശ്വാസം. കാരണം ശരിയായ ആത്മീയ നിലവാരത്തിലേക്ക് മനുഷ്യൻ ഉയരാൻ സാധിക്കാത്തതാണ് വസ്തുതാപരമായി ചിന്തിക്കാനും പ്രവർത്തിക്കുവാനും എന്നെ പ്രേരിപ്പിച്ചത്. ശാസ്ത്രത്തിന് ഒരു ലക്ഷ്യമുണ്ടല്ലോ. മനുഷ്യരാശിയുടെ പുരോഗതിക്ക് നിർണായകരമായ പങ്ക് വഹിക്കുക എന്നാണല്ലോ ശാസ്ത്രത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. നമുക്കറിയാം, ലോക സമാധാനത്തിൻ്റെ പുരോഗതിയിൽ ഇന്ന് ശാസ്ത്രം വഹിക്കുന്ന പങ്ക് എത്രയോ വലുതാണ്, അല്ലേ? ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ശാസ്ത്രം അതിൻ്റെ വെണ്ണിക്കൊടി പാറിപ്പറിപ്പിച്ചുകൊണ്ടിരിക്കുക. മനുഷ്യൻ്റെ ആരോഗ്യ പരിപാലന രംഗത്തും ശാസ്ത്രം നൽകിയ സംഭാവനകൾ നമുക്ക് നന്ദിയോടെ അഭിമാനത്തോടെ ഈ അവസരത്തിൽ ഓർക്കാം, അല്ലേ? പണ്ട് ക്ലോറോഫിൻ കണ്ടുപിടിച്ചത് യുദ്ധത്തിന് വേണ്ടിയാണെങ്കിലും യുദ്ധാനന്തര ലോകത്തിന് അത് നൽകിയ സംഭാവന ചെറുതല്ല, ആണോ? ബോധം കെടുത്തി വേദന അറിയാതെ ശാസ്ത്രക്രിയ ചെയ്യുവാനുള്ള എളുപ്പ വഴിയിലേക്ക് അത് നമ്മെ സഹായിച്ചു. നമ്മുടെ മുമ്പിൽ എത്രമാത്രം കണ്ടുപിടുത്തങ്ങളാണ് ഇങ്ങനെ ബാക്കി കിടക്കുന്നത്, അല്ലേ? ചെറിയ കാര്യമാണെന്ന് പറഞ്ഞ് എല്ലാവരും അത് കാണാതെ പോവുകയാണ്. ആർക്കും സമയമില്ല അത്രേ, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ താല്പര്യമില്ല. ആൽവ എഡിസനൊക്കെ 1000 പ്രാവശ്യം തെറ്റായ കണ്ടുപിടുത്തം നടത്തിയ ശേഷമാണ് ഒരു ബൾബ് പ്രകാശിപ്പിച്ചെടുത്തത് നമുക്കറിയാം. അതായത് അദ്ദേഹം അബദ്ധങ്ങളിൽ നിന്നാണ് പഠിച്ചത്. 999 കണ്ടുപിടുത്തങ്ങളും തെറ്റാണെന്ന് അദ്ദേഹം സ്ഥാപിച്ചു. ഈ 3ാം ക്ലാസ് പോലും പഠിക്കാത്ത എഡിസൺ ആ കണ്ടുപിടുത്തമാണ് പ്രകാശം ഇന്ന് നമുക്ക് നൽകിയത്. ഒരു ചെറിയ വടി വളച്ചു പിടിക്കുമ്പോൾ അതിൽ ശക്തി സംഭരിക്കപ്പെടുന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അതിൽ നിന്നാണ് ശിലായുഗത്തിൽ വില്ലും അമ്പും കണ്ടുപിടിച്ചത്. അതുപോലെ സൂര്യരശ്മി ലെൻസിലൂടെ കടത്തി വിട്ട ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിച്ചാൽ അത് പല വസ്തുക്കളെയും കത്തിക്കാൻ പറ്റിയ താപോർജ്ജമായി മാറുന്നില്ലേ? ഒരു ലെൻസ് കണ്ണട കൈപ്പെട്ടിയപ്പോൾ കണ്ടുപിടിച്ചതാണിത്. നോക്കണേ, വെറുതെ ഇരുന്ന ഒരാളുടെ തലയിലേക്ക് ആപ്പിൾ വീണു എന്ന ഒരൊറ്റ കാരണത്താൽ ഭൂഗുരുത്വ ആകർഷണ നിയമം പോലും കണ്ടുപിടിച്ചില്ലേ? അങ്ങനെ എത്രയെത്രയോ നിസാര കാര്യങ്ങളിൽ നിന്നാണ് ഈ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിരിക്കുന്നത്. കഷ്ടപ്പെട്ട് നമുക്ക് ഒഴിവാക്കാം. എനിക്ക് ഒരു പുതിയ ഭാഷയുണ്ടാക്കി ഒരു പുതിയ സംസ്കാരത്തിലേക്ക് കടക്കണമെന്നൊക്കെ ഉണ്ട്. അതിനായി സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ ശ്രമിക്കുന്നുമുണ്ട്. നമ്മുടെ പൂർവ്വപിതാക്കന്മാരായ ഗലീലിയോ, ന്യൂട്ടൺ, ഐൻസ്റ്റീൻ, ബേക്കൺ, മേരി ക്യൂറി തുടങ്ങിയ ശാസ്ത്രജ്ഞന്മാർ നമുക്ക് ഇന്നൊരു വലിയ പ്രചോദനമാണ്. നമ്മൾ അധികം പേരും എന്താ ചെയ്യുന്നത്? ശാസ്ത്രത്തിൻ്റെ അനുഗ്രഹ ശക്തികളെ മറന്നുകൊണ്ട് നശീകരണ ശക്തിയെ ഉയർത്തിക്കാട്ടാനുള്ള പ്രവണതയല്ലേ മനുഷ്യരിൽ അധികവും കാണുന്നത്, ആണോ? ഇരുണ്ട വശങ്ങളിലേക്ക് മാത്രം കണ്ണു വായിച്ചാൽ കണ്ടുപിടുത്തം എങ്ങനെ നടക്കും? അണുബോംബുകളിലൂടെ അസംഖ്യം ആളുകളുടെ ജീവൻ അപഹരിച്ചിട്ടുള്ള കാര്യം നാം വിസ്മരിച്ചുകൂടാ. അതിലും അധികം പേരാണ് മതങ്ങളുടെ പേരിൽ തമ്മിലടിച്ച് മരിച്ചിട്ടുള്ളത്. ഈ കാര്യവും നമുക്കറിയാം. ഇന്ന് ഞാൻ പാർക്കിലൂടെ നടന്നപ്പോൾ
കുറേ ആളുകൾ കൂട്ടമായിരുന്ന് കൈയടിച്ച് ഹരേ കൃഷ്ണ ഹരേ രാമ എന്ന് ആവർത്തിച്ച് ഉരുവിടുന്നത് കാണാൻ ഇടയായപ്പോൾ ഞാൻ ഓർത്തു, ഇവർ മാത്രമല്ലല്ലോ, വാങ്കുവിളിക്കാരുമുണ്ട്. യേശുവേ ഹല്ലേലൂയ സ്തോത്രം എന്ന് ആവർത്തിച്ച് ഉരുവിടുന്നതൊക്കെ നമുക്കിടയിൽ ധാരാളം ആൾക്കാരുണ്ട്. ശാസ്ത്രീയമായി ചിന്തിച്ചാൽ ഇവർ ഭക്തിയുടെ അതിപ്രസരത്തിലൂടെ അണ്ടകടാകത്തിൽ നിന്നും അവരവരുടെ ഇഷ്ട ദൈവസ്വരൂപത്തെ മാത്രം ധ്യാനിച്ച് ശക്തിയും ഏകാഗ്രതയും കൈവരിക്കുന്നതാണ്. ഇനിയിപ്പോൾ ദൈവവിശ്വാസം ഇല്ലാത്തവരാണെങ്കിലും വെറുമൊരു ബിന്ദുവിൽ മാത്രം ഏറെ നേരം ഏകാഗ്രതയോടെ നോക്കിയിരുന്നാലും ഈ പവർ നമുക്ക് ആർജിച്ചെടുക്കാവുന്ന മാത്രം. അതുപോലെ അണുശക്തിയുടെ പ്രവർത്തനം കൊണ്ട് മനുഷ്യന് നിരവധി രംഗങ്ങളിൽ പുരോഗതി കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപയോഗിച്ച് വിദ്യുച്ഛക്തി ഉണ്ടാക്കുകയും മാരക രോഗങ്ങളെ ചികിത്സിച്ച് ഭേദമാക്കുകയും ചെയ്യാം. ഇത്തരത്തിൽ ശാസ്ത്രത്തെ ലോക സമാധാനത്തിന് വേണ്ടി ഉപയോഗിക്കാം. എന്തെങ്കിലും മനഃശാസ്ത്ര തത്വങ്ങളാണ്, എത്രയോ മനഃശാസ്ത്ര തത്വങ്ങളാണ് മനഃശാസ്ത്രം ഈ കാര്യത്തിൽ കണ്ടുപിടിച്ചിട്ടുള്ളത്. നമ്മൾ എന്തു നേടിയാലും മനസ്വസ്ഥത നഷ്ടപ്പെട്ടുള്ള ജീവിതം അതീവ ദയനീയമാണ് ആണല്ലോ. ശാസ്ത്രത്തിൻ്റെ വളർച്ചയോടൊപ്പം മനുഷ്യൻ മാനസികമായും പുരോഗതി പ്രാപിച്ചാലേ നമുക്ക് രക്ഷ കിട്ടുകയുള്ളൂ എന്ന സത്യം നാം ഈ അവസരത്തിൽ വിസ്മരിച്ചുകൂടാ. അതുകൊണ്ട് ഈ ദേശീയ ശാസ്ത്ര ദിനത്തിൽ നിങ്ങൾക്കും കൊച്ചു കൊച്ചു കണ്ടുപിടുത്തങ്ങൾ നടത്താനും അത് ലോകത്തിന് സമർപ്പിക്കുവാനും അതിലൂടെ സന്തോഷവും സഹോദരത്വവും കളിയാടുന്ന ഒരു മാനവ സമൂഹത്തിൻ്റെ സൃഷ്ടിയായി വളരുവാനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.